നമസ്കാരം. കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്ന് നോട്ടീസ് നൽകിയ തീരുമാനം പിൻവലിക്കാനൊരുങ്ങി പോലീസ്. പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര സ്വദേശികൾക്കായിരുന്നു നോട്ടീസ് നൽകിയത്. താമസ അനുമതി രേഖകളുമായി ഞായറാഴ്ച പോലീസ് സ്റ്റേഷനിലെത്താൻ ഇവർക്ക് നോട്ടീസിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ നോട്ടീസ് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ കൊയിലാണ്ടിയിൽ താമസമാക്കിയ ഹംസയുടെ അവസ്ഥ വാർത്തയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. പാക് പൗരന്മാരെ കണ്ടെത്തി നാട് കടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതായിരുന്നു രേഖകളിൽ പാക് പൗരന്മാരായിട്ടുള്ള വയോധികർക്ക് തിരിച്ചടിയായത്. 27-നകം നാട് വിടാനായിരുന്നു പാക് പൗരന്മാർക്കുള്ള നിർദ്ദേശം. മെഡിക്കൽ വിസയിലെത്തിയവർക്ക് 29 വരെ സമയവും നൽകി. കോഴിക്കോട് താമസിക്കുന്ന പാക് പൗരത്വമുള്ള 3 പേർക്ക് രാജ്യം വിടാൻ നോട്ടീസ് നൽകുകയായിരുന്നു. ഒരു കൊയിലാണ്ടി സ്വദേശി, വടകര സ്വദേശിയായ 2 പേർക്കുമാണ് നോട്ടീസ് കിട്ടിയത്. വ്യാപാരം, വിവാഹം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ പാക് പൗരത്വം നേടിയ മലയാളികളായിരുന്നു 3 പേരും. മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിൽ താമസിക്കുന്നതിനാൽ ഞായറാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിട്ടു പോകണമെന്ന് കാണിച്ചായിരുന്നു പോലീസ് നോട്ടീസ് അയച്ചത്. ഇതാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. കൊയിലാണ്ടിയിൽ താമസിക്കുന്ന ഹംസ, വടകര വൈക്കിലിശ്ശേരിയിൽ താമസിക്കുന്ന കഞ്ഞിമ്പറമ്പത്ത് ഖമറുന്നീസ, സഹോദരി അസ്മ എന്നിവർക്കായിരുന്നു നോട്ടീസ് ലഭിച്ചത്. കറാച്ചിയിൽ കച്ചവടം നടത്തിയിരുന്ന ഇവരുടെ കുടുംബം പിതാവ് മരിച്ച ശേഷം 1993 കേരളത്തിലെത്തിയത്. കണ്ണൂരിൽ താമസിക്കായിരുന്ന ഖമറുന്നീസ 2022 വടകരയിലെത്തിയത്. അസ്മ ചൊക്ലിയിലാണ് താമസം. 2024 വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ വിസയ്ക്ക് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ലെന്നാണ് ഇരുവരും പറഞ്ഞത്. കേരളത്തിൽ ജനിച്ച ഹംസ 1965 തൊഴിൽ തേടി പാകിസ്ഥാനിലേക്ക് പോയത്. കറാച്ചിയിൽ കട നടത്തിയിരുന്ന സഹോദരനൊപ്പമാണ് ഹംസ ജോലി ചെയ്തിരുന്നത്. ബംഗ്ലാദേശ് വിഭജനത്തിന് ശേഷം 1972 നാട്ടിലേക്ക് വരാൻ പാസ്പോർട്ട് ആവശ്യമായി വന്നപ്പോഴാണ് ഹംസ പാക് പൗരത്വം സ്വീകരിച്ചത്. 2007 കച്ചവടം അവസാനിപ്പിച്ച് കേരളത്തിലെത്തിയ ഹംസ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകിയെങ്കിലും അപേക്ഷ ലഭിച്ചു എന്ന മറുപടി മാത്രമാണ് ഹംസയ്ക്ക് ലഭിച്ചിരുന്നത്. ഇവർക്കൊന്നും പാകിസ്ഥാൻ ബന്ധുക്കളോ സ്വത്തുക്കളോ ഒന്നുമില്ല. ഈ മണ്ണിനെ സ്നേഹിക്കുന്ന, ഇവിടെ ജീവിച്ചു മരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. തങ്ങളെ ഡീപ്പോർട്ട് ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ഇവർക്കറിയില്ല എന്നതായിരുന്നു ഇവരുടെ ആശങ്ക. അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയവരെയും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പാക് പൗരന്മാരായി പോയവരെയും വേർതിരിച്ച് കാണണം എന്നതായിരുന്നു ഇത് സംബന്ധിച്ച് പഠിച്ചവർ നേരത്തെ പറഞ്ഞിരുന്നത്. കാമുകനൊപ്പം ജീവിക്കാൻ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന പാകിസ്ഥാൻ സ്വദേശിനി സീമ ഹൈദരും ഇപ്പോൾ നാടുകടത്തൽ ഭീതിയിലാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2023 ഇവർ നേപ്പാൾ അതിർത്തിയിലൂടെ കാമുകൻ സച്ചിൻ മീണയ്ക്കൊപ്പം ജീവിക്കാൻ ഇന്ത്യയിലെത്തിയത്. സച്ചിനെ വിവാഹം ചെയ്ത് ഇവർ ഒരു കുഞ്ഞിന് ജന്മവും നൽകി. ഗ്രേറ്റർ നോയിഡ സ്വദേശിയാണ് സച്ചിൻ. പുതിയൊരു വീഡിയോയിൽ തനിക്കിനി പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ടെന്നും പ്രധാനമന്ത്രിയോടും UP മുഖ്യമന്ത്രിയോടും തന്നെ ഇന്ത്യയിൽ കഴിയാൻ അനുവദിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. സച്ചിനെ വിവാഹം കഴിച്ചതിന് പിന്നാലെ ഹിന്ദുമതം സ്വീകരിച്ചെന്നും അവർ വ്യക്തമാക്കി. താൻ പാകിസ്ഥാന്റെ മകളായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ മരുമകളാണെന്നും അവർ വ്യക്തമാക്കുന്നു. പക്ഷേ സീമയ്ക്ക് ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം കിട്ടിയിട്ടില്ല. പക്ഷേ സീമയ്ക്ക് ഉടൻ പൗരത്വം കിട്ടുമെന്നും അവർക്ക് കേന്ദ്ര നിർദ്ദേശം ബാധകമല്ലെന്നും അവരുടെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. അതേസമയം ഇവരെ പാകിസ്ഥാനിലേക്ക് മടക്കി അയക്കുമോ എന്ന കാര്യത്തിൽ സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സീമയ്ക്ക് ഇളവ് ലഭിക്കുമെന്നാണ് പൊതുവെ കരുതുന്നത്. ഇതേ രീതിയിൽ സാങ്കേതിക കാരണത്താൽ പാകിസ്ഥാൻ പൗരന്മാരായി പോയവരെയും പരിഗണിക്കണമെന്നതാണ് ആവശ്യം.